സിനിമയിലും ജീവിതത്തിലും ഓഡിയൻസിനെ എങ്ങനെ തങ്ങളുടെ മൊറാലിറ്റി അനുസരിച്ച് വളച്ചെടുക്കാം എന്നതിന്റെ ഏറ്റവും പുതിയ സമകാലിക ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഗുരുഗ്രാമിൽ നടന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ 370 രൂപ ബിരിയാണി വിവാദവും ആ പരിപാടിയുടെ സംഘാടകനായ പ്രാണിത് മോറെ അവിടെ സൃഷ്ടിച്ചു വെച്ച അന്തരീക്ഷവും ഇതിൽ കൃത്യമായി തെളിവാണ്. 370 രൂപയുടെ ബിരിയാണി വാങ്ങി നൽകിയത് കൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന്മേൽ തനിക്ക് അവകാശമുണ്ടെന്ന രീതിയിൽ ഹിമാൻഷു ജാംഗ്ര എന്ന യുവാവ് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതോ വെർബലി അബ്യൂസ് ചെയ്യുന്നതോ എന്നൊരു റേപ്പ് ജോക്ക് പോലും വളരെ നിസാരമായി സ്വീകരിക്കപ്പെടുകയും അതിന് കയ്യടി ലഭിക്കുകയും ചെയ്യുന്ന ഒരു വികലമായ കൾച്ചറാണ് ആ വേദി ഒരുക്കി നൽകിയത്. ഇതിന്റെ തുടർച്ചയെന്നോണം മുംബൈയിലെ KEM ഹോസ്പിറ്റലിലെ MBBS വിദ്യാർത്ഥിനിയായ ഡോക്ടർ സേജൽ പവാർ ഇതേ വേദിയിൽ വെച്ച് പുരുഷന്മാരുടെ മൃതശരീരങ്ങളുടെ ലൈംഗികാവയവത്തിന്റെ വലിപ്പത്തെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയും പുറത്തുവന്നു. ഇത്തരം ക്രൂരവും മോശവുമായ കാര്യങ്ങളെ പോലും വെറും തമാശ എന്ന ലേബലൊട്ടിച്ച് ആസ്വദിക്കാൻ പാകത്തിൽ കാണികളെയും വേദിയെയും മരവിപ്പിച്ച് നിർത്തുന്നു എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ അപകടം. എന്നാൽ ഈ സംഭവങ്ങൾ വെറും ഒരു സോഷ്യൽ മീഡിയ ചർച്ചയ്ക്കപ്പുറം വലിയ നിയമ നടപടികളിലേക്കാണ് നീങ്ങിയത്. ഹിമാൻഷുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വനിതാ ഡോക്ടർക്കെതിരെ മെഡിക്കൽ കോളേജ് കടുത്ത അന്വേഷണവും അച്ചടക്ക നടപടികളും ആരംഭിക്കുകയും ചെയ്തു. ആ ബിരിയാണി തമാശ പറഞ്ഞപ്പോൾ ചുറ്റിലും ഇരുന്ന് ചിരിച്ചവർ ഒരുപക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആയിരിക്കണമെന്നില്ല. ഇൻഡിവിജ്വലായി അവരോട് ചോദിച്ചാൽ അവർ അങ്ങനെ ഒരു കാര്യത്തെ എതിർക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ ക്രൗഡ് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും, പ്രത്യേകിച്ച് അതിന്റെ ടോൺ സെറ്റ് ചെയ്യുന്ന മെയിൻ ആൾ കൊടുക്കുന്ന ക്യൂസിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാത്ത രീതിയിലാണ് റിയാക്ട് ചെയ്തിരുന്നതെങ്കിൽ അവിടെ ആ ബിരിയാണി തമാശ പറഞ്ഞയാൾക്ക് ആ സപ്പോർട്ട് കിട്ടില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് ചുറ്റിലും ക്രിയേറ്റ് ചെയ്യുന്ന ആ സെറ്റിംഗ് ആൻഡ് ടോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു കാര്യം പല സിനിമകളിലും കാണാൻ പറ്റും. ചില സിനിമകളിൽ സംവിധായകർ വില്ലന്മാരെ സൃഷ്ടിക്കുന്നു, പക്ഷെ അവർ അറിഞ്ഞോ അറിയാതെയോ വില്ലന്മാർ നായകനേക്കാൾ ഹിറ്റാകുന്നു. അവളെ ജീവന തുല്യം സ്നേഹിച്ചത് കൊണ്ട് മാത്രം വില്ലനായി മാറിയ ചില ക്യാരക്ടേഴ്സ് ഇപ്പോൾ റീൽസിൽ ട്രെൻഡിങ്ങിലാണ്. റീലുകളിലെ ഇത്തരം വില്ലൻ പുകഴ്ത്തലുകളിലെ പ്രധാന താരങ്ങളാണ് ചന്ദ്രോത്സവത്തിലെ രാമനുണ്ണിയും ഗില്ലിയിലെ മുത്തുപാണ്ടിയും. വില്ലന്മാർ ആഘോഷിക്കപ്പെടുമ്പോൾ ശരിക്കും എന്താണ് നമ്മൾ ആഘോഷിക്കുന്നത്? അവരുടെ അഭിനയ മികവാണോ അതോ ആ കഥാപാത്രത്തിൽ തന്നെയാണോ? ചോട്ടാ മുംബൈയിലെ നടേശനും പ്രജാ സിനിമയിലെ ലാഹിൽ വക്കച്ചനും ഒക്കെ പ്രേക്ഷകരുടെ പ്രീതിക്കും പുകഴ്ത്തലുകൾക്കും വിധേയമാകുമ്പോൾ വെള്ളിത്തിരയിൽ ആ കഥാപാത്രങ്ങളുടെ പൂർണ്ണത അഭിനയിച്ചു കാട്ടിയ മികവിനെയാണ് നമ്മൾ മിക്കപ്പോഴും അഭിനന്ദിക്കാറ്. നടേശനോ വക്കച്ചനോ പ്രേക്ഷകരിൽ നിന്ന് കയ്യടി നേടുന്നത് അവരുടെ വില്ലത്തരത്തിലെ തനിമ കൊണ്ടോ അല്ലെങ്കിൽ ആ നടന്മാരുടെ അഭിനയ പ്രകടനം കൊണ്ടോ ആണ്. അവിടെ പ്രേക്ഷകർ വില്ലന്റെ ക്രൂരതയെ വില്ലത്തരമായി തന്നെ കാണുന്നു. എന്നാൽ രാമനുണ്ണിയും മുത്തുപാണ്ടിയിലേക്കും വരുമ്പോൾ കഥ മാറുകയാണ്. അവളെ ജീവന് തുല്യം സ്നേഹിച്ചത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നൊരു വ്യാജ ന്യായീകരണം ഈ കഥാപാത്രങ്ങൾക്ക് ചുറ്റും സോഷ്യൽ മീഡിയ നെയ്തെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രണയം എന്ന വികാരത്തെയല്ല, മറിച്ച് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ അധികാര പ്രയോഗത്തെയും ടോക്സിക് മസ്കുലിനിറ്റിയെയുമാണ് ഈ കഥാപാത്രങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത എന്നത് സ്ത്രീയുടെ നോ എന്ന വാക്കിന് അവർ ഒട്ടും വില കൽപ്പിക്കുന്നില്ല എന്നതാണ്. ധനലക്ഷ്മി എന്ന പെൺകുട്ടിക്ക് തന്നോട് പ്രണയമില്ലെന്നും താനൊരു കൊലപാതകയായ വില്ലനായതുകൊണ്ട് അവൾ തന്നെ ഇഷ്ടപ്പെടില്ലെന്നും നന്നായി അറിയാമെങ്കിലും അവളുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ മുത്തുപാണ്ടിക്ക് ഒരു വിഷയമേ അല്ല. ചെല്ലം എന്ന് വിളിച്ച് അവളെ സ്വന്തമാക്കാൻ നോക്കുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് താൻ ആഗ്രഹിച്ച വസ്തു ഏത് വിധേനയും കൈക്കലാക്കണം എന്ന വാശി മാത്രമാണ്. ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവളുടെ തെരഞ്ഞെടുപ്പുകളെയും പൂർണ്ണമായും നിരസിക്കുന്ന മനോഭാവമാണിത്. ഇന്ദുലേഖ ശ്രീഹരിയെയാണ് സ്നേഹിക്കുന്നത് എന്നറിഞ്ഞിട്ടും അവളെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ നോക്കുന്ന രാമനുണ്ണിയും ചെയ്യുന്നത് ഇതേ അധിനിവേശം തന്നെയാണ്. സ്ത്രീ എന്നത് പുരുഷനെ കീഴടക്കാനും സ്വന്തമാക്കാനുമുള്ള ഒരു വസ്തു മാത്രമാണെന്ന ജന്മിത്വ ചിന്താഗതിയാണ് രാമനുണ്ണിയെ നയിക്കുന്നത്. പ്രണയത്തിന്റെ പേരിൽ സ്ത്രീകളെ മാനസികമായും ശാരീരികമായും വേട്ടയാടുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും പ്രധാന സവിശേഷതയാണ്. ഇന്ദുലേഖയുടെ കുടുംബത്തെ സാമ്പത്തികമായും സാമൂഹികമായും തകർത്ത് അവളെ നിരന്തരം മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് രാമനുണ്ണി അവളിലേക്ക് അടുക്കാൻ അവസാനവും ശ്രമിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയിട്ട് അതിനെ തീവ്രമായ പ്രണയം എന്ന് വിളിക്കുന്നത് അങ്ങേയറ്റം വികലമായ ആൺബോധമാണ്. ധനലക്ഷ്മിയുടെ സഹോദരന്മാരെ കൊല്ലുകയും അവളെ സ്വന്തം വീട്ടിൽ തടവിലാക്കി വെക്കുകയും ചെയ്യുന്ന മുത്തുപാണ്ടിയുടെ രീതി വ്യത്യസ്തമല്ല. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ധാരാളം പ്രവാസികൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം വീട്ടിലെ ആവശ്യങ്ങൾക്ക് എപ്പോഴും നാട്ടിലേക്ക് ഓടിയെത്താൻ നമുക്ക് പറ്റാറില്ല. പക്ഷെ നാട്ടിലുള്ള ഫാമിലിക്ക് ഒരു ആശുപത്രി കേസ് വന്നാൽ നമ്മൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അകന്നു നിന്നുണ്ടാക്കിയ പണം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കേണ്ട അവസ്ഥ വരും. പ്രത്യേകിച്ച് പ്രായമായ പേരൻസിനൊക്കെ ഇത്തരം അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് വിറ്റിട്ടാണെങ്കിലും ചികിത്സ കൊടുക്കും. എന്നാൽ പ്രവാസികൾക്ക് വിദേശത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇഷ്ടമുള്ള കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കുറഞ്ഞ ചെലവിൽ എടുക്കാം. ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതുവഴി എടുക്കുമ്പോൾ ഇൻഷുറൻസ് കവറേജ് മാത്രമല്ല, നമ്മൾക്കായി ഒരു ഹെൽത്ത് മാനേജർ കൂടി അവർ അസൈൻ ചെയ്തു തരുന്നുണ്ട്. കൂടാതെ അവരുടെ ആപ്പിലെ SOS ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഏതൊരു ഹെൽത്ത് എമർജൻസി ഉണ്ടായാലും ഹോസ്പിറ്റലൈസേഷൻ, മരുന്നുകൾ, ലാബ് ടെസ്റ്റ്, പേപ്പർ വർക്ക്, അങ്ങനെ ഏത് കാര്യമായാലും നമ്മുടെ ആവശ്യമില്ലാതെ തന്നെ അതെല്ലാം നടന്നോളും. ഇതിന് അഡീഷണൽ പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ഫീച്ചറാണിത്. പല ഹോസ്പിറ്റൽസിലും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നാട്ടിലും വിദേശത്തെ പോലെ ഹോസ്പിറ്റൽ ചെലവുകൾ നന്നായി കൂടുന്നുണ്ട്. ഇപ്പോൾ തന്നെ 500-600 ഇന്ത്യൻ രൂപ പോലുള്ള ചെറിയ തുക കൊടുത്ത് ഹെൽത്ത് ഇൻഷുറൻസ് മുൻകൂട്ടി എടുത്തു വെക്കുന്നതാണ് ബുദ്ധി. അതിനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രവാസികൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തുന്നതിനെയാണ് റീൽസ് ഓഡിയൻസ് സ്നേഹം എന്ന് തെറ്റായി
തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് കഥാപാത്രങ്ങളും തങ്ങൾ സ്നേഹിച്ച പെണ്ണിനെ കൊന്നുകളഞ്ഞില്ല എന്ന ഔദാര്യം മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. മറ്റേതൊക്കെ വിധത്തിൽ അവരെ ഉപദ്രവിക്കാമോ അതൊക്കെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. കൂടാതെ തങ്ങൾ ചെയ്യുന്ന ക്രൂരതകൾക്കെല്ലാം കാരണം ആ സ്ത്രീയുടെ പെരുമാറ്റമാണെന്ന് വരുത്തി തീർക്കുന്ന വിക്ടിം ബ്ലെയിമിംഗ് രീതിയും ഇവർക്കുണ്ട്. രാമനുണ്ണിയായി അഭിനയിച്ച രഞ്ജിത്തും മുത്തുപാണ്ഡിയായി അഭിനയിച്ച പ്രകാശ് രാജും ആ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കി. വെള്ളിത്തിരയിൽ ആ കഥാപാത്രങ്ങൾക്ക് അവർ നൽകിയ ഭാവങ്ങളും ഡയലോഗ് ഡെലിവറിയും അസാധ്യ പ്രകടനങ്ങൾ തന്നെയാണ്. ഒരു നടന്റെ ക്രാഫ്റ്റ് എന്ന നിലയിൽ അവരെ തീർച്ചയായും അഭിനന്ദിക്കണം. പക്ഷേ സോഷ്യൽ മീഡിയ റീൽസുകളിൽ നിന്ന് സംഭവിക്കുന്നത് അവരുടെ അഭിനയ മികവിനെ പ്രശംസിക്കലല്ല, മറിച്ച് കൈവിട്ടുപോയ പെണ്ണിന് വേണ്ടി എന്തും ചെയ്യുന്നവർ എന്ന അടിക്കുറിപ്പോടെ ആ കഥാപാത്രങ്ങളുടെ ക്രൂരതകളെ റൊമാന്റിസൈസ് ചെയ്യുകയാണ്. എന്തായിരിക്കാം അതിനുള്ള കാരണം? അത് സിമ്പിൾ ആണ്. നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം പുരുഷന്മാരും എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ നന്നായി റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ഈ കഥാപാത്രങ്ങൾ. അപ്പൊ അവർക്ക് എങ്ങനെ ആ കഥാപാത്രങ്ങളെ വില്ലനായി കാണാൻ പറ്റും? ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സെറ്റിംഗ്സിന്റെ എഫക്ട്. ഇവിടെ സത്യത്തിൽ നമുക്ക് ആ സിനിമകളുടെ മേക്കേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നിയത് നല്ല സിനിമകളുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നായകന്റെ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാളുമോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വില്ലനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ സെറ്റിംഗ് ആ വില്ലന്മാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒന്നാണ് എന്നതാണ് പ്രശ്നം. എന്നാൽ സമാനമായി ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഒരു നായകനെ കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അത് സ്വപ്നക്കൂടിലെ പൂക്കി കുഞ്ഞുഞ്ഞാണ്. ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് അതിന്റെ സംവിധായകനെ കുറ്റപ്പെടുത്താവുന്നതാണ്. രാമനുണ്ണിയും മുത്തുപാണ്ഡിയും പരസ്യമായി അക്രമവും ഭീഷണിയും അഴിച്ചുവിട്ട വില്ലന്മാരാണെങ്കിൽ കുഞ്ഞുഞ്ഞ് പ്രണയത്തിന്റെ പേരിൽ സ്ത്രീകളെ കബളിപ്പിക്കുകയും അത് ഹീറോയിസമായി ആഘോഷിക്കുകയും ചെയ്ത ഒരു ടോക്സിക് പ്രൊട്ടഗോണിസ്റ്റ് ആണ്. സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായോ അല്ലെങ്കിൽ തന്റെ ഈഗോ തൃപ്തിപ്പെടുത്താനുള്ള മാധ്യമമായോ മാത്രം കാണുന്ന ഒരു പ്ലേ ബോയ് ഇമേജിലാണ് കുഞ്ഞുഞ്ഞു ജീവിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വികാരങ്ങളെ മാനിക്കുകയോ അവളോട് ആത്മാർത്ഥത കാണിക്കുകയോ ചെയ്യാതെ ഒരേ സമയം ഒന്നിലധികം പ്രണയങ്ങൾ കൊണ്ടു നടക്കുന്നതും അവരെ പറ്റിക്കുന്നതും എന്തോ വലിയ മിടുക്കായാണ് അയാൾ കാണുന്നത്. സിനിമയുടെ തുടക്കത്തിൽ പല പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അയാൾ നടത്തുന്ന സംഭാഷണങ്ങൾ സ്ത്രീകളോടുള്ള അയാളുടെ ബഹുമാനക്കുറവിനെയാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീയുടെ മനസ്സിനേക്കാൾ അവളുടെ ശരീരത്തിനും ബാഹ്യ സൗന്ദര്യത്തിനും മാത്രം മുൻഗണന നൽകുന്ന ഒബ്ജക്ടിഫിക്കേഷൻ കുഞ്ഞുഞ്ഞിന്റെ തമാശകളുടെ ആത്മാവ് തന്നെയാണ് എന്ന് പറയാം. അടുത്തതായി ഇയാൾ കമല എന്ന മീര ജാസ്മിൻ കഥാപാത്രത്തോട് പെരുമാറുന്ന രീതി തികച്ചും ടോക്സിക് ആണ്. കമലയ്ക്ക് കുഞ്ഞുഞ്ഞിനോട് പ്രണയമില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അവളുടെ പേഴ്സണൽ ബൗണ്ടറീസിനെ അയാൾ നിരന്തരം ലംഘിക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുക, ശല്യം ചെയ്യുക, എന്നിട്ട് അതിനെയെല്ലാം ഒരു കാഷ്വൽ ഫ്ലേർട്ടിംഗ് ആയി ന്യായീകരിക്കുക എന്നിവ കുഞ്ഞുഞ്ഞിന്റെ ശൈലിയാണ്. ഒരു സ്ത്രീ നോ എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അതേ പ്രശ്നം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. കുഞ്ഞുഞ്ഞി എന്ന കഥാപാത്രത്തിന് സിനിമ നൽകുന്ന ഗ്ലോറിഫിക്കേഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. അയാളുടെ സ്ത്രീ ലമ്പടത്വത്തെയും കള്ളത്തരങ്ങളെയും അവൻ ചെറുപ്പത്തിന്റെ ചോരത്തളപ്പിൽ കാണിക്കുന്ന കുസൃതികൾ എന്ന രീതിയിലാണ് സിനിമ അടയാളപ്പെടുത്തുന്നത്. പ്രേക്ഷകരും റീൽസ് ഓഡിയൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ അയാളുടെ ഈ ടോക്സിക് ചാം കണ്ട് കൈയടിക്കുന്നു. ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ പറ്റിച്ചാലും ഒടുവിൽ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കണ്ണീരൊഴുക്കിയാൽ അവൻ മാന്യനാകും എന്ന തെറ്റായ സന്ദേശമാണ് ഇത്തരം നായക സങ്കല്പങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ചിലപ്പോഴൊക്കെ പ്രശ്നം പ്രേക്ഷകരും ചിലപ്പോഴൊക്കെ സിനിമയും ചിലപ്പോഴൊക്കെ ഇതിന്റെ കോമ്പിനേഷനുമാണ്. അപ്പോൾ ഒരു കോമഡി ഷോ നടത്തുന്ന ആളായാലും സിനിമാക്കാരായാലും നമ്മൾ പ്രേക്ഷകരായാലും ഇതൊക്കെ കൺസിഡർ ചെയ്ത് വേണം ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ആഘോഷിക്കുന്നതും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം പല പ്രവാസികളും നിസാരമായി അവഗണിച്ചിട്ടുണ്ടാകും. നാട്ടിലെ ഫാമിലിക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യമാണത്. എനിക്കറിയാവുന്ന പല കേസുകളിലും വലിയ തുകയൊക്കെ, അതായത് 50-60 ലക്ഷമൊക്കെ ഹോസ്പിറ്റൽ ബില്ല് വന്ന കേസുകളുണ്ട്. വിദേശത്ത് വന്നിട്ട് കൊടും മഞ്ഞിലും വെയിലത്തും ഒക്കെ പണിയെടുത്തുണ്ടാക്കിയ പൈസ മുഴുവൻ ഇങ്ങനെ വെറുതെ ചെലവായി പോകരുത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. അത് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.